അതുകൊണ്ട് ഇവിടെ പിണറായി വിജയന്റെ കീഴിൽ ഈ കേസ് തെളിയില്ല എന്നുള്ളത് പാർട്ടി മെമ്പറായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള നിങ്ങൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിലുള്ള വീഴ്ചകൾ എണ്ണി വളരെ മനോഹരമായി ടി.കെ. രാജ്മോഹൻ അവിടെ പറഞ്ഞു. ഇതിൽ പൊളിറ്റിക്കലായിട്ടാണ് തീരുമാനമുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് ഒരു സത്യവും പുറത്തു വരാൻ പോകുന്നില്ല. അപ്പോൾ അയാൾ കളക്ടറെ വിളിക്കാൻ പറഞ്ഞാൽ ആദ്യം കളക്ടറെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞ് കളക്ടറെ വിളിച്ചപ്പോഴത്തേക്ക് കളക്ടർ പറഞ്ഞെന്താണ്? ഞാനുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഞാനുണ്ടല്ലോ. ആ കളക്ടർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രതിയല്ലേ അയാൾ പ്രതിയല്ലേ? പിന്നെ ഈ പാർട്ടി മെമ്പർ, ഈ അഭിഭാഷകനല്ല, ഈ പാർട്ടി മെമ്പറായിട്ടുള്ള അഭിഭാഷകൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് 5 സ്വതന്ത്രരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം. ഓ എൻ്റെ അമ്മോ. നമസ്കാരം. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം, പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്നിടത്തോളം ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തു വരാൻ പോകുന്നില്ല. ഇതെൻ്റെ വാക്കുകളല്ല, അഡ്വക്കേറ്റ് KM ഷാജഹാൻ്റെ വാക്കുകളാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ കേരളത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തൻ്റേതായ കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് KM ഷാജഹാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി വന്നിരുന്നു കൊണ്ട് ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണം കുറ്റമറ്റതാണ് എന്ന് സമർത്ഥിച്ച ഇടതുപക്ഷത്തിൻ്റെ അഭിഭാഷകനെ, അതും ചുവപ്പൻ അഭിഭാഷകൻ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് KM ഷാജഹാൻ വിമർശിച്ചത്. ആ കൂട്ടത്തിലാണ് KM ഷാജഹാൻ ഇത്തരത്തിൽ ഒരു മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ കേരളത്തിൽ തുടരുന്ന കാലം അത്രയും ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ച് യാതൊരു വിവരവും കേരളം അറിയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് KM ഷാജഹാൻ എടുത്തു പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ADMൻ്റെ വിധവയായ മഞ്ജുഷ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അകറ്റുന്നതിന് വേണ്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജുഷ ഒരു ഹർജി കൊടുത്തിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനിശിതമായ അതികഠിനമായ എതിർപ്പ് തന്നെയാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യേക ഒരു സെല്ലുണ്ടാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് ആ ടീമിനെ അറിയപ്പെടുന്നത്. അവരാണ് ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അത് വളരെ കുറ്റമറ്റ രീതിയിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചത്. ഇവിടെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ സർക്കാരിനെയും പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും എല്ലാം അതിനിശിതമായ രീതിയിൽ കീറി മുറിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിരുന്ന അഡ്വക്കേറ്റിനെ ചുവപ്പൻ അഡ്വക്കേറ്റ് എന്ന് വിളിച്ചുകൊണ്ട് AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന തിട്ടൂരം ചാനലുകളിൽ വന്നിരുന്നു പറയാനല്ലാതെ കേസിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് പറയാൻ ഇടതുപക്ഷത്തിൻ്റെ ചുവപ്പൻ അഭിഭാഷകൻ അറിയില്ലെങ്കിൽ എഴുന്നേറ്റ് പോകണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് തന്നെയാണ് KM ഷാജഹാൻ തുറന്നടിച്ചത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത് കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രം രക്തത്തിൽ നനഞ്ഞു കുതിർന്നു എന്നുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി കഴിഞ്ഞപ്പോൾ ഈ സത്യവാങ്മൂലത്തിൽ ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിരുന്ന നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രം രക്തത്തിൽ നനഞ്ഞു കുതിർന്നിരുന്നു എന്നുള്ള കാര്യങ്ങൾ പരാമർശിക്കാതെ പോയത് എന്താണ്? ഇതിന് ഇടതുപക്ഷത്തിന്റെ അഭിഭാഷകന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ തിരിമറി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറഞ്ഞത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കാണാതെയാണോ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിയതും റിപ്പോർട്ട് എഴുതിയതും എന്ന് തന്നെയാണ് KM ഷാജഹാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അടിവസ്ത്രത്തിൽ രക്തം കലർന്നിരുന്നു, രക്തമുണ്ടായിരുന്നു എന്ന് ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടും നവീൻ ബാബുവിന്റെ മൃതശരീരത്തിൽ ആന്തരികമായോ ബാഹ്യമായോ യാതൊരു തരത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടത്തിൽ എഴുതി പിടിപ്പിച്ചത് എന്നാണ് KM ഷാജഹാൻ ചോദിച്ചത്. ബാഹ്യമായോ ആന്തരികമായോ യാതൊരു തരത്തിലും മുറിവുകളില്ലാത്ത ഒരാളുടെ മൃതശരീരത്തിൽ എങ്ങനെയാണ് പിന്നെ രക്തം തളം കെട്ടി നിന്ന് അയാൾ ധരിച്ചിരുന്ന അടിവസ്ത്രം നനഞ്ഞു കുതിരാൻ ഇടയാകുന്നത് എന്നുകൂടി KM ഷാജഹാൻ ചോദിച്ചു. ഇടതുപക്ഷത്തിന്റെ വക്കീലിനോട് ഇത് തന്നെയാണ്, ഇതിലൊരു വിശദീകരണമാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ഇടതുപക്ഷത്തിന് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണോ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ന്യായമായ രീതിയിൽ
രീതിയിൽ നീതിയുക്തമായ രീതിയിൽ ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചു. എന്നാൽ ഇടതുപക്ഷത്തിന് വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരെല്ലാവരും ഒത്തുചേർന്ന് ഒരു തട്ടിക്കൂട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് കെ എം ഷാജഹാൻ പറഞ്ഞത്. എന്നാൽ ഇതിലും ചില ദുരൂഹതകളുണ്ട്. കാരണം പത്തനംതിട്ടയിൽ നിന്നും നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ മരണമറിഞ്ഞ് കണ്ണൂരിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ കണ്ണൂരിലെ ജില്ലാ കളക്ടറായ അരുൺ വിജയന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എത്തിയതിന് ശേഷം മാത്രമേ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പാടുള്ളൂ, മൃതദേഹ പരിശോധന നടത്താൻ പാടുള്ളൂ, മാത്രമല്ല ഞങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല. കാരണം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടു അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണം കുറ്റം ചുമത്തി ജയിലിൽ കഴിഞ്ഞ പി ദിവ്യയുടെ ഭർത്താവ് അജിത്ത് ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളുടെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ NOC നീട്ടിക്കൊണ്ടുപോകുന്നതിൽ നവീൻ ബാബു കൈക്കൂലി മേടിച്ചു എന്ന് പരാതി ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. ഇങ്ങനെ CPMന്റെ വേണ്ടപ്പെട്ട ആളുകൾ എല്ലാവരും ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ അതിൽ കൃത്യമായ വിവരങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ കളക്ടറായ അരുൺ വിജയനോട് ഇക്കാര്യങ്ങൾ അത്രയും പറഞ്ഞത്. അപ്പോൾ കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ പറഞ്ഞത്, ഞാനുണ്ടല്ലോ ഇവിടെ, ഞാനുണ്ട്, ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ആ കളക്ടർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ചോദിച്ചത്. കളക്ടർ നവീൻ ബാബുവിന്റെ വധത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു, പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കളക്ടറും കൂടി തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും എല്ലാം അട്ടിമറിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കളക്ടറുടെ അറിവോടുകൂടി തന്നെയാണ് ഇവയെല്ലാം നടത്തപ്പെട്ടത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞത്. കേരള പോലീസ് ലോകത്തുള്ള മറ്റേത് പോലീസിനേക്കാളും കിടപിടിക്കുന്ന തരത്തിലുള്ള കുറ്റാന്വേഷണ മികവ് കാണിക്കുന്ന പോലീസ് തന്നെയാണ്. തീർച്ചയായും കേരളത്തിലെ പോലീസുകാരെ ഒരു കാരണവശാലും കുറ്റം പറയാൻ സാധിക്കില്ല. എന്നാൽ പിണറായി വിജയനെ പോലുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുള്ളപ്പോൾ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ണും കാലും മൂടിക്കെട്ടിവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതിനേക്ക് അപ്പുറത്തേക്ക് അന്വേഷിക്കേണ്ട എന്ന് തിട്ടൂരം കൊടുത്തു വിട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവർ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താത്തത്, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് പോലെ അന്വേഷണ റിപ്പോർട്ട് എഴുതിയുണ്ടാക്കുന്നത് എന്നാണ് കെ എം ഷാജഹാൻ പറഞ്ഞത്. കേരളത്തിൽ പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു TP ചന്ദ്രശേഖരൻ്റേത്. CPMക്കാർ പ്രതികളായിട്ടുള്ള ഈ കേസ് കൃത്യമായി തന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി തെളിവുകൾ ഉണ്ടാക്കുകയുണ്ടായി. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണമാണ് നടത്തിയത്. അന്ന് TP ചന്ദ്രശേഖരൻ വധത്തിൽ പങ്കെടുത്ത CPMന്റെ കൊലയാളി സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പോലീസിന് സ്വതന്ത്രമായി വിട്ടതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴും പോലീസിന് സ്വതന്ത്രമായി വിട്ടയക്കുകയാണെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ പങ്കെടുത്തിട്ടുള്ള നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് CPMന്റെ ഗുണ്ടാ സംഘത്തിനോ മാഫിയ സംഘത്തിനോ പങ്കുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തും. പക്ഷെ പോലീസിനെ കണ്ണും വായും മൂടിക്കെട്ടിവിട്ടിരിക്കുന്നു പിണറായി വിജയൻ. ഇത് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത്. പോലീസിന് സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പോലീസിനെ കണ്ണും വായും മൂടിക്കെട്ടി ബന്ധനസ്ഥനാക്കി നിർത്തിയത് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ പിണറായി വിജയന് താല്പര്യമുള്ള രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നത് എന്നാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത്. കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള തുമ്പും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. രാജ്മോഹൻ കാര്യകാരണ സഹിതം അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്തേക്ക് ഞാൻ പോകേണ്ട കാര്യമേ ഇല്ല. എല്ലാത്തിനും കാര്യകാരണ സഹിതം മറുപടി കിട്ടിക്കഴിഞ്ഞു. എനിക്കിതിനകത്തൊരു കാര്യം പറയാനുള്ളൂ. ഒരു അഭിഭാഷകൻ അവിടെ ഇരിപ്പുണ്ട്. ആ അഭിഭാഷകൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആ അഭിഭാഷകരുടെ അഭിപ്രായം പറയാനേ കഴിയില്ല. കാരണം ആ അഭിഭാഷകൻ പ്രിജുഡിസ്ഡാണ്. അയാൾ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് ആ അഭിഭാഷകൻ. അപ്പോൾ ആ അഭിഭാഷകനെ നയിക്കുന്നത് നിയമമോ CRPCയോ ഒന്നുമല്ല. ആ അഭിഭാഷകനെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPMന്റെ തീട്ടൂരമാണ്, അവരുടെ ഡയറക്ഷനാണ്. അതുകൊണ്ട് ആ അഭിഭാഷകൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് നിയമം പറയാൻ ഒരു യോഗ്യതയുമില്ല. കാരണം ആ അഭിഭാഷകനെ നയിക്കുന്ന നിയമമല്ല, CPMന്റെ തീട്ടൂരം. MV ഗോവിന്ദൻ എന്തു പറയുമോ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ള ഒരു ഉത്തരവാദിത്വവും ചുമതലയും മാത്രമേ ആ ചുമന്ന അഭിഭാഷകൻ അവിടെ ഉള്ളൂ. ഈ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞാൽ അതിനപ്പുറത്ത് പോകാൻ അഭിഭാഷകന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ അഭിഭാഷകന് ഇൻഡിപെൻഡൻ്റായി ഒന്നും പറയാൻ കഴിയില്ല.
പക്ഷേ നിർഭാഗ്യവശാൽ അഭിഭാഷകൻ എന്തോ വലിയ ആളാണെന്നും അദ്ദേഹം എന്തോ വലിയ ബുദ്ധിജീവിയാണെന്നും ഒക്കെ അങ്ങ് ധരിച്ച് വശായി അദ്ദേഹം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നിട്ട് കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. എന്തായാലും ആ അഭിഭാഷകനിൽ നിന്ന് ഒരു ചെറിയ അഭിഭാഷകനും കൂടിയായിട്ടുള്ള എനിക്ക് ഈ ഇൻക്വസ്റ്റും പിന്നെ പോസ്റ്റ്മോർട്ടം രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അത് അഭിഭാഷകൻ എനിക്ക് പറഞ്ഞു തന്നതിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം പിന്നെ നന്ദിയുണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു, അതെനിക്ക് പറഞ്ഞു തന്നല്ലോ, നന്ദിയുണ്ട്. പിന്നെ എന്തോ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വളരെ സൗമ്യമായ ഭാഷയിൽ ശ്രീമാൻ ടി.കെ. രാജ്മോഹൻ അല്ലേ, ടി.കെ. രാജ്മോഹൻ അതെടുത്ത് ചവറ്റോട്ടെ കളഞ്ഞു, അങ്ങ് കൊടുത്തു. ഈ ആദ്യാവസാനം കൊടുത്ത് തീർത്തവിടെ വെച്ചു. ഇനി അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എനിക്കിനി ഒരു കാര്യം പറയാനുള്ളത്, എന്തോ പരിണതപ്രജ്ഞനാണ് ഈ ഡോക്ടറെന്നും അവിടെ എന്തോ സ്വതന്ത്രമായിട്ട് ഒന്നുമല്ല, ഒരു സ്വാതന്ത്ര്യവും ഇതിനകത്തില്ല. കാരണം അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM-ൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരെ തരം താഴ്ത്തിയല്ലോ, താഴ്ത്തിയെങ്കിലും അവരെ മുകളിലോട്ട് കയറ്റി വെച്ചല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം കൊടുത്തു, അവരെ മുകളിലോട്ട് കയറ്റി വെച്ചു. അല്ലെങ്കിൽ MV ഗോവിന്ദൻ അവിടെ ഇരിക്കാൻ പറ്റൂല. അവരെ അവിടെ മുകളിലോട്ട് കയറ്റി വെച്ചു. അവരേറ്റവും പ്രധാനപ്പെട്ട ആളാണ്. മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ അന്വേഷണം നേരായ വഴി പോകാതിരിക്കാനുള്ള കാരണമായി അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് ഇത് CPM-ൻ്റെ ഉന്നതനായിട്ടുള്ള ഒരാളാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് ഇതിൽ സത്യം തെളിയില്ല എന്നാണ്. അവർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് അഭിഭാഷക അവിടെ പോയി കാത്തു നിന്നത്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ. അവരേതാണ്ട് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോലാണ് PK ശ്രീമതി അവിടെ അഭിപ്രായം പറഞ്ഞത് അവർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പം. നിങ്ങളൊരു സാധാരണ അഭിഭാഷകനാണല്ലോ. K. വിശ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള CPM-ൻ്റെ ഏറ്റവും വലിയ അഭിഭാഷകനാണ് അവരുടെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിലുള്ള പിന്നെ വീഴ്ചകൾ എണ്ണി വളരെ മനോഹരമായി ടി.കെ. രാജ്മോഹൻ അവിടെ പറഞ്ഞു. ഇതിൽ പൊളിറ്റിക്കലായിട്ടാണ് തീരുമാനമുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് ഒരു സത്യവും പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ പറഞ്ഞതുപോലെ ഇത് ഫോറൻസിക് വിദഗ്ധൻ്റെ പിന്നെ പുസ്തകങ്ങളുടെ പേജുകളൊന്നും മറച്ചു നോക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും അഭിഭാഷകൻ വായിച്ചിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടില്ല. അത്രയും വിവരമേ എനിക്കുള്ളൂ, അത് സമ്മതിച്ചു. പക്ഷേ അന്വേഷണത്തിൽ പങ്കെടുത്ത ഈ പിന്നെ തൂങ്ങിക്കിടന്നപ്പോൾ അത് വെട്ടി താഴെയിട്ടിട്ടുള്ള ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ ഇരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഴിവുകൊണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല, കഴിവുകൊണ്ടാണ്. പക്ഷേ അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവസ്വതന്ത്രമായി കേസ് കണ്ടുപിടിക്കാൻ കയറൂരി വിട്ട ഒരു ആഭ്യന്തര മന്ത്രി അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആഭ്യന്തര മന്ത്രി അത് കണ്ടുപിടിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് ഈ ടി.കെ. രാജ്മോഹനും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ചുമന്ന അഭിഭാഷകരൊന്ന് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രി, ആഭ്യന്തരമന്ത്രി ഇതിനൊന്നും അനുവാദം കൊടുക്കില്ല. എം വി ജയരാജൻ എന്ന് പറഞ്ഞ നിങ്ങൾ പാർട്ടി മെമ്പറായിട്ടുള്ള നിങ്ങളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്താ പ്രസംഗിച്ചേ? കൈക്കൂലി മേടിച്ചെന്നും കൈക്കൂലി മേടിച്ചില്ലെന്നും രണ്ടഭിപ്രായം ഉണ്ടെന്ന് അയാൾ പ്രസംഗിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് ഷാജാൻ ഈ ഒരു കാര്യം കൂടെ, അതായത് MV ജയരാജൻ അന്ന് മൃതദേഹം അനുഗമിച്ച് പത്തനംതിട്ട വരെ പോയല്ലോ. MV ജയരാജൻ അത് പാർട്ടിക്കാർ തന്നെ പറയുന്നതാണ് കേട്ടോ. അതായത് ഇത് ഈ സംസ്കാരം ദഹിപ്പിക്കൽ അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ജില്ലാ സെക്രട്ടറി പോയത്. അല്ലാതെ നവീൻ ബാബുവിനോടുള്ള സ്നേഹം കൊണ്ടതല്ല. കാരണം അഥവാ ഇത് അടക്കം ചെയ്യുകയാണെങ്കിൽ, ദഹിപ്പിക്കാതെ അടക്കം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരുപക്ഷെ അതൊരു റീപോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എല്ലാം ദഹിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം സ്ഥലം വിട്ടത്. ഇല്ലേ? അനിലിനും പാർട്ടിക്കാര് തന്നെ പറയുന്നതാണ്. എന്റെ ഭാവനയിൽ അനിലേ, ഇത് അനിലിനും പറയാം എനിക്കും പറയാം. പക്ഷെ അവിടെ ഇരിക്കുന്ന പാർട്ടി മെമ്പർക്ക് ഇത് പറയാൻ പറ്റില്ല. പാർട്ടി മെമ്പർക്ക് അവരുടെ തീട്ടൂരം അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
അവിടെയുള്ള പാർട്ടി കണ്ണൂരിലെ പാർട്ടി മെമ്പർമാർ രഹസ്യമായി പറയുന്നുണ്ട് എം വി ഗോവിന്ദൻ എന്തിനാ കൂടെ പോയെന്ന്. ഇപ്പോൾ ഉദയഭാനുവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, മലയാളപ്പുഴ മോഹനൻ്റെ ശബ്ദം കേൾക്കുന്നത്, എല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എല്ലാവരും തീർന്നു. അതെ, അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഹേസ്റ്റി ആയിട്ടാണ് നടന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അനിൽ പി നായരും പറഞ്ഞിട്ടുണ്ട്. അനിൽ പി നായർ എന്താണ് പറഞ്ഞത്? ആദ്യം പോലീസ് കമ്മീഷണറെ വിളിച്ചു, ഏതോ ഒരുത്തനെ വിളിച്ചു, അവിടെ അയാളെ വിളിച്ചിട്ട് ഇത് അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞു. കളക്ടറെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ കളക്ടറെ വിളിക്കാൻ പറഞ്ഞു. ആദ്യം കളക്ടറെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞ് കളക്ടറെ വിളിച്ചപ്പോഴത്തേക്ക് കളക്ടർ പറഞ്ഞ എന്താണ്? ഞാനുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഞാനുണ്ടല്ലോ. ആ കളക്ടർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രതിയല്ലേ അയാള്? അയാൾ പ്രതിയല്ലേ? പിന്നെ ഈ പാർട്ടി മെമ്പർ, ഈ അഭിഭാഷകനല്ല, ഈ പാർട്ടി മെമ്പറായിട്ടുള്ള അഭിഭാഷകൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് 5 സ്വതന്ത്രരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം. ഓ എൻ്റെ അമ്മോ, 5 സ്വതന്ത്രർ, അവരങ്ങ് സ്വതന്ത്രമായിട്ട് പറയുന്നവരാ. അല്ല, അവര് ഭയങ്കര സ്വതന്ത്രമാ. നിങ്ങൾ അഭിഭാഷകനാണോ പാർട്ടി മെമ്പറാണോ? നിങ്ങളെ നയിക്കുന്നത് നിയമമാണോ അതോ AK സെന്ററിലെ നിയമമാണോ? ഏത് നിയമമാ? അതുകൊണ്ട് ഇവിടെ പിണറായി വിജയന്റെ കീഴിൽ ഈ കേസ് തെളിയില്ല എന്നുള്ളത് പാർട്ടി മെമ്പറായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള നിങ്ങൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം.